നീ ഉറക്കത്തിലായിരുന്നോ? നിന്റെ ദിയ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് പോയാൽ ദിയ, എന്താ നിന്റെ പ്രോബ്ലം? നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? ഫ്രണ്ട്സ്, ഗ്യാതറിങ്, അതിനൊക്കെ നിനക്ക് സമയമുണ്ട് അല്ലേ? അമല ഇന്നലെ എൻ്റെ ഫെയർവെൽ ആയിരുന്നു. ഇന്നലെ കാണാൻ പറ്റില്ല എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ഇന്നിപ്പോ കാണാനും സംസാരിക്കാനല്ലേ ഞാൻ വന്നിരിക്കുന്നേ. എന്നെക്കാളും ഇമ്പോർട്ടൻ്റ് നിനക്ക് ഫേവറേറ്റ് പാടി ഫ്രണ്ട്സ് ഒക്കെ. അളിയ, അപ്പുറത്ത് ഇപ്പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, പതിയെ സംസാരിക്കും. സുജിത്തെ, എനിക്ക് ഇവളോടൊന്ന് തനിച്ച് സംസാരിക്കണം. ഇത് എന്റെ ഫ്ലാറ്റാണ്, നീ എന്നോട് കന്നിപ്പിക്കല്ലേ. അമല എന്തിനു ഡോർ ലോക്ക് ചെയ്യുന്നേ? നീ പാനിക്കേണ്ട ആവശ്യം എന്താ? നിന്റെ പ്രശ്നം എന്താ ദിയ? ദിയ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ എന്താണ് അനുഭവിക്കുന്നത് നിനക്ക് അറിയില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നതോ? നീ എന്താണ് എന്താ അനുഭവിക്കുന്നതെന്ന്? ദിയ, ദിയ, നീ ഇല്ലാതെ പറ്റില്ല. നിന്നോട് 1000 വട്ടം പറഞ്ഞതാണ് ആ ഡൽഹി കോഴ്സിന് അപ്ലൈ ഉണ്ടാണ്. പറഞ്ഞാണോ? നീ എന്തിനാ അപ്ലൈ ചെയ്തേ? എനിക്ക് പഠിക്കണം. ദിയ, നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടോ? പറ, നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടോ? വേണ്ടല്ലോ നീ ഡൽഹിയിലേക്ക് പോകുന്നേ. എനിക്കിപ്പോ കല്യാണം കഴിക്കട്ടെ, എനിക്ക് പഠിച്ചാ മതി, അത്രേ ഉള്ളൂ അമൽ. എനിക്കതൊന്നും അറിയണ്ട. നമ്മുടെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാ പറ്റൂ. കല്യാണം കഴിഞ്ഞിട്ട് നീ പഠിക്കാൻ പോ. എന്തിനാ പോ? ഞാൻ പറഞ്ഞു നിന്നോട് വീട്ടിൽ പറയാൻ. നീ എന്നോട് ചോദിച്ചിട്ടാണ് വീട്ടിൽ കല്യാണ കാര്യം പറഞ്ഞേ. എനിക്കിപ്പോ കല്യാണം കഴിക്കണം, ഞാൻ റെഡി അല്ല. നീ എന്നോട് ചോദിച്ചിട്ടാണ് കോഴ്സിന് അപ്ലൈ ചെയ്തേ? നീ എന്നോട് ചോദിച്ചിട്ടാണോ കോഴ്സിന് അപ്ലൈ ചെയ്തത്? നീ എന്നോട് ചോദിച്ചിട്ടാണോ കോഴ്സിന് അപ്ലൈ ചെയ്ത് പറ. എന്റെ ദേഹത്ത് കൈയൊക്കെ തൊടി. എന്താടി? ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടി. അറിയത്തില്ല. പിന്നെന്ത് സംഭവിച്ചു? ഓർഡറി പറയണം. ചോദിച്ചു കേട്ടില്ലേ? അപ്പൊ നീ മുമ്പ് അവന്റെ ഒപ്പോടെ ശരി, നിന്റെ അടിവസ്ത്രം ഒന്നും കീറിയിട്ടില്ലല്ലോ. നീ ഊരി കൊടുത്ത അവൻ തന്റെ ഉടുപ്പൂരി. എന്നിട്ട് അവൻ എവിടെ പിടിച്ചത്? പറയടി, എവിടെയടി പിടിച്ചത്? നീ അവനെ തടയാൻ നോക്കിയില്ലേ? അവൻ തന്റെ കാല് പിടിച്ചു വെച്ചോ? അതാ നീ കൊടുത്തുവാ? എടി, വല്ലതും നടന്നോന്ന്? നീ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ അവൻ നിന്നെ റേപ്പ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ നിന്നെ റേപ്പ് ചെയ്തോടി. നിനക്ക് പരാതിയുണ്ടോ? എടോ, പരാതിയില്ലെന്ന് എഴുതി വാങ്ങിച്ചിട്ട് ഇവിടെ പറഞ്ഞോട്ടെ. കണ്ടവന്മാരെ കൂടെ കിടന്നിട്ട് വന്നേക്കും. എവിടെയാ ചെന്ന് കയറുന്നെന്ന് ആലോചിക്കണം.
അതിപ്പോ അന്വേഷണം നടക്കൂലേ? ഈ അപ്പിനെ വിളിക്കാൻ വെച്ചു. കുടിക്കാനുള്ളത് സാറേ, ഞങ്ങളൊന്ന് ഈ മൊഴി റെഡിയാകുന്നേ ഉള്ളൂ. ഒപ്പിട്ട് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റും. ഞാനൊന്ന് പുറത്തു പോയി വരാം. സന്ധ്യാനേരത്താണല്ലോ എഴുന്നള്ളത്ത്. നാത്തൂനെ കാണാനുള്ള വരവായിരിക്കും. കയറിച്ചല്ലേ, അത് തിരിപ്പുണ്ട്. സാർ അന്വേഷിച്ചിട്ട് കിട്ടാത്ത തമ്പുരാക്കന്മാരെല്ലാം കൂടി നശിപ്പിക്കാൻ നോക്കിയ ഫ്ലാറ്റിന്റെ CCTV ഫുട്ടേജസ് ആണിത്. ഇതുകൊണ്ട് എന്തൊലത്താനാ? നിന്റെ ആങ്ങൾ അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ സമ്മതത്തോടു കൂടിയാ. അത് അവൾ അകത്ത് എഴുതി ഒപ്പിട്ട് കൊടുക്കുക. എന്തായാലും ഇതെന്റെ കയ്യിലിരിക്കട്ടെ, കണ്ടേക്കാം. ഒരു എന്റർടൈൻമെന്റ് അല്ലേ? കാണ്, എന്നിട്ട് പൂഴ്ത്തിക്കോ. ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കുറെ പ്രൈവറ്റ് കളക്ഷൻസ് കയ്യിൽ കാണുമല്ലോ. ഇതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഇത് വേണ്ടിടത്ത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയാം. നീ സ്വന്തം ആങ്ങളെ അഴിയണിക്കാൻ നടക്കുന്ന നീ ഒരു പെണ്ണാണോടി? അതെ സാറേ, പെണ്ണായതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സാർ നേരത്തെ പറഞ്ഞ കൺസെന്റ് ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം പിടികിട്ടുന്നതും പെണ്ണായതുകൊണ്ട് തന്നെയാണ്. റേപ്പ് ചെയ്തത് സ്വന്തം ആങ്ങളെയാണെങ്കിലും വെറുതെ വിടില്ലെന്ന് തീരുമാനിച്ചത് ഒരു പെണ്ണായതുകൊണ്ട് തന്നെയാണ്. അതെ, എനിക്കൊരു സംശയമുണ്ട്. ഇയാളൊക്കെ സല്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഉൾപ്പ് തോന്നാറില്ലേ? താൻ അങ്ങനെ വലിയ മാന്യനെ നടക്കാന്ന് കരുതണ്ട. തനിക്കുള്ള പണി ഞാൻ വേറെ തരും. മോളെ വാ. ഇരിക്കേ. ഇരിക്കെ. ഒന്ന് വായിച്ചൊപ്പിട്. അമലും ഞാൻ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സുഹൃത്തുക്കളുടെ ഫ്ലാറ്റിലും മറ്റും കാണാറുണ്ട്. വിവാഹം കഴിക്കാൻ പോകുന്നവരായതുകൊണ്ട് പരസ്പര സമ്മതത്തോടെയാണ് ഞങ്ങൾ അടുത്തിടപഴകിയിരുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് അന്നേ ദിവസം സുജിത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നത്. 2-3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോകാനായി തയ്യാറാകാൻ ബാത്റൂമിൽ കയറിയപ്പോൾ കാൽ തെറ്റി വീണ് എനിക്ക് പരിക്ക് പറ്റി. അതിലെൻ്റെ കാമുകനായ അമലിനോ മറ്റുള്ളവർക്കോ യാതൊരു ഉത്തരവാദിത്വവുമില്ല. എനിക്കെന്താ സംഭവിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അന്ന് നടന്ന സംഭവം പറഞ്ഞ് ഞാൻ മടുത്ത്. ആശുപത്രിയിൽ വീട്ടുകാരോട്, നാട്ടുകാരോട്, ചോദിക്കുന്നവരോട്, ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും വീണ്ടും വീണ്ടും. ഈ ഹ്യൂമിലേഷൻ എനിക്ക് താങ്ങാൻ പറ്റില്ല സർ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞില്ല. എന്താ സർ എഴുതി വെച്ചിരിക്കുന്നത്? ഇതൊന്നും അല്ല സത്യം. സാറ് പറ, ഞാൻ അതിൽ ഒപ്പിടണോ? എനിക്ക് പറയാനുള്ള ഞാൻ കോടതിയിൽ പറഞ്ഞോളാം സാർ. ഇതിൽ ഞാൻ ഒപ്പിടില്ല. അവൾക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല. ഇതിലച്ഛൻ അവളുടെ കൂടെ നിൽക്കണം. അച്ഛൻ എനിക്ക് ഉറപ്പുണ്ട്. അച്ഛൻ നമ്മളിതിൽ തോക്കില്ല. നമ്മൾ തോറ്റു കൊടുക്കില്ല. ചാരം മൂടും ചുവയിൽ
നാട്ടിൽ ദിയെ പോലുള്ള പെൺകുട്ടികൾക്ക് അധികം ഓപ്ഷൻസ് ഇല്ല. ഒന്നുകിൽ മറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മറക്കുക, ഇതുമല്ലെങ്കിൽ മരിക്കുക, ഇതൊന്നുമല്ലെങ്കിൽ മുഴുവൻ സ്ട്രെങ്ത്തും എടുത്ത് റെസിസ്റ്റ് ചെയ്യുക. അവസാനത്തെ ഓപ്ഷനാണ് ദിയ എടുത്തത്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് എൻ ഈസി ജേർണി ഫോർ മീ ആസ് വെൽ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും ഞാൻ സ്നേഹിച്ചവരും എന്നെ സ്നേഹിച്ചവരും ഞാൻ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരില്ലേ, അവരുമായിട്ടായിരുന്നു എൻ്റെ ഫൈറ്റ്. ഒരുപാട് ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ഓരോരോ സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന്. ഇറ്റ് വാസ് എ പ്രിവിലേജ് ടു സീ ദിയ സ്റ്റാൻഡിങ് അപ്പ് ആൻഡ് ബിൽഡിങ് ഹെർ ഓൺ ലൈഫ്. ഇതിൽ ദിയ ഒറ്റയ്ക്കല്ല, ആൻഡ് ഷീ വിൽ നെവർ ബി അലോൺ. So let me introduce her to you. Ordinary, but the bravest. Diya. ഒരൊറ്റ ദിവസം കൊണ്ടാണ് എൻ്റെ ജീവിതം മൊത്തം മാറി മറിഞ്ഞത്. ഇത് സംഭവിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച എൻ്റെ മിസ്റ്റേക്ക് ആണെന്നാണ്. പിന്നെ മനസ്സിലായി ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്. എൻ്റെ ഡ്രസ്സോ എൻ്റെ ചോയ്സസോ ഞാൻ പുറത്തിറങ്ങിയ സമയമോ എൻ്റെ സ്നേഹമോ ഇതൊന്നുമല്ല. ആ റിയലൈസേഷനാണ് പിന്നെ എനിക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് മൊത്തം തന്നത്. ഇപ്പം ഞാൻ ഇൻവിസിബിൾ അല്ല. ഐ എം ഫൈറ്റിംഗ് മൈ ബാറ്റിൽ എവറി ഡേ. And എല്ലാ അർത്ഥത്തിലും I am living my life to the fullest. You know why? Because I am not a victim. I am a survivor.